ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർക്കടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ വിഷം കരുത്തി ഇവിടെ കിടപ്പുണ്ട് എടുത്തോണ്ട് പൊക്കോട്ടോ എന്ന് പറഞ്ഞു. ആ പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ല, ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാൽ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോൾ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. ഇത് ഒരുപാട് ഇത് അളവ് കൂടുതൽ അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പെണ്ണ് പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇവർക്ക് എന്ത് സൗഹൃദം സാമ്പത്തികമായിട്ട് ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ പെൺകുട്ടീന് ഇതിനു മുമ്പായിട്ട് ആ വീട്ടിൽ പോയിട്ട് ചെറിയ മർദ്ദനമൊക്കെ ആ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെയായിരുന്നു അത്. അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെൺകൊച്ച് പറഞ്ഞിട്ടുണ്ട് നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാണോ പറഞ്ഞാൽ? അതറിയില്ല, ഇതിലറിയില്ല. അവരുടെ വീട്ടിൽ പോയ സമയത്താണോ വിഷം കൊടുത്തുള്ളത്? ഇല്ല, അവക്കടെ വീട്ടിൽ ചെന്ന് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലത് സംഭവം. എന്താ വെച്ചാൽ ഇത് സാർമാരെ ഇവൻ വിളിച്ചാണ് പോലീസുകാരെ അറിയണത്. ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർക്കടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ വിഷം കരുത്തി ഇവിടെ കിടപ്പുണ്ട് എടുത്തോണ്ട് പൊക്കോട്ടോ എന്ന് പറഞ്ഞു. ആ പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ല, ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാൽ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോൾ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. അപ്പം നേരെ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവൻ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് ഈ അൻസിൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇവൻ നേരെ കോതമംഗലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അനിയനെ കെട്ടി പേര്